ഹായ് ഹലോ, എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഹോട്ടലിൻ്റെ തുടക്കമാണിന്ന്, ഓപ്പണിംഗ് ഡേ ആണിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗൺസിലറാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചേച്ചിയാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ചേച്ചിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, എൻ്റെ എല്ലാ വീഡിയോയിലും ചേച്ചിയുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ് അപ്പുറത്തേക്ക് പാസ് ചെയ്ത് പോയത്. പിന്നെ ഞാനുണ്ട്, രജിത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുമുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ദീപം തെളിയിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി ഞാനൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന്. കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരുമിച്ചൊരു ബിസിനസ് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് 1.5 വർഷത്തോളം നമ്മളിതിൻ്റെ പുറകെ നടക്കുന്നു. പക്ഷേ എവിടെയോ ഒന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല, നല്ല രീതിയിലുള്ളൊരു ഏരിയ നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അത് കിട്ടിയതെല്ലാം കൊണ്ടും കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മളപ്പോൾ ആ ചടങ്ങ് അങ്ങനെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദീപം തെളിയിച്ച ശേഷം ഞങ്ങളുടെ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നേ, ഞങ്ങളുടെ അമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടും നമ്മൾ ദീപം തെളിയിക്കുകയാണ്. ഇത് എൻ്റെ അമ്മയുടെ 2ാമത്തെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അങ്കിൾ ദീപം തെളിയിച്ച ശേഷം ചേച്ചിയുടെ ഹസ്ബൻഡിനെ കൊണ്ടും, അപ്പോൾ അവർ രണ്ടുപേരും കൂടി ലാസ്റ്റ് ദീപം അവരാണ് തെളിയിച്ചത്. അപ്പോൾ അതിനുശേഷം ചേച്ചി ഒരു ചെറിയ പ്രസംഗം പോലെ നടത്തി. 1-2 വാക്കിൽ അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു ചേച്ചി. പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചെറിയൊരു ഇതും കൊടുത്ത ശേഷം ഞങ്ങളവിടെ സംസാരിച്ചു. നമ്മുടെ കൗൺസിലർ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അവിടെ സംസാരിച്ചിരുന്നു. കാരണം ഈ കൗൺസിലറിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് അവർക്ക് നല്ലതുപോലെ അറിയാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്ന് അടുക്കളയിലേക്ക് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഡു എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ നേരെ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്ത്, നമ്മളുടെ മൂത്തതാണല്ലോ അത് ചേച്ചി. അപ്പോൾ ചേച്ചി എന്നാ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുള്ളൂ. ഞാൻ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്ത് അങ്ങനെ ചേച്ചി അത് കൗൺസിലറിന് കൊടുത്ത്, പുള്ളിക്കാരത്തെ ഇത്തിരി എടുത്തുള്ളൂ. അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് ചേച്ചി അത് കൊടുത്ത്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സോയ ചേച്ചിയും സജിയാണ് കേട്ടോ ഈ നിൽക്കണേ. അതിനുശേഷം ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിയുടെ സുഹൃത്തുക്കളാണ് കേട്ടോ കൂടുതലും. കാരണം ഞാനങ്ങനെ അവിടെ അങ്ങ് അത്ര വലിയ സുഹൃത്ത് വരെയുള്ള ഒരാളല്ല. അപ്പോൾ ചേച്ചിയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ചേച്ചി കൊടുത്ത ശേഷം ഇത് രജിത, പിന്നെ അത് ഞങ്ങളുടെ മൂത്ത ചേച്ചി, പിന്നെ ചേച്ചിയുടെ മോളുമാണ് നിൽക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ പുറത്ത് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ പാല് കാച്ചിയ വീഡിയോ ഇവിടെ മിസ്സായി പോയി. അതിനുശേഷം നമ്മളിത് ആ അടപ്പ് കത്തിച്ചതിൽ തന്നെ നമ്മളിത് അരി ഇടുക കേട്ടോ. അരി ഇട്ട ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്കാണ്. അപ്പോൾ ഇന്ന് അവർ കിച്ചണിൽ ചിലപ്പോൾ ക്യാപ്പിടാത്തത് ചില തിരക്കായി പോയിട്ട് അവരങ്ങോട്ട് പോയത് കൊണ്ടാണ്. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിച്ചണിൽ. ഇതാണ് നമ്മുടെ കടയുടെ പേര്, അമ്മായി